ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരമുള്ള എല്ലാ കേസുകളിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പതിവാണ് നാം കാണുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ ഒരു നാടകമായിരുന്നു. വലിയ ആവേശത്തോടുകൂടി ഒരു കമ്മിറ്റിയെ നിയമിച്ച് ആളുകളെ മുഴുവൻ മൊഴിയെടുത്ത് വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി 4 കൊല്ലം അതിൻ്റെ മുകളിൽ അടയിരുന്ന് ഇപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ഒരു നടപടിയും വേണ്ടെന്നാണ് പറയുന്നത്. പോക്സോ കേസുകൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് തന്നെ അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികത നഷ്ടപ്പെടുകയാണ്. അതിനിടയിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയുള്ള ആരോപണം, ഗൗരവതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത്. അവിടെയും മന്ത്രി തന്നെയാണ് രക്ഷയ്ക്കെത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ലോകത്തിനു മുമ്പിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സജി ചെറിയാൻ്റെ രാജി എഴുതി വാങ്ങുകയാണ് വേണ്ടത്. ഒരല്പമെങ്കിലും ധാർമ്മികത അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. അല്ലെന്ന് ഇതെല്ലാം ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി അടിസ്ഥാനപരമായിട്ട് ഉയർന്നു വന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണല്ലോ ഇവരെയൊക്കെ ആദ്യം തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്ത് പിടിക്കുകയും ചെയ്ത പല ആൾക്കാരും സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ അടിയന്തരമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത്. നിയമ നടപടി സ്വീകരിച്ചാൽ മന്ത്രിസഭയിൽ തന്നെ പല ആളുകളും കുടുങ്ങുമെന്നുള്ള പേടിയായിരിക്കണം പിണറായി വിജയനെ ഒന്നും ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കല്ലേറിനെ ഭയപ്പെടുന്നില്ല, കുക്കിവിളിയെ ഭയപ്പെടുന്നില്ല. ഞാൻ SFIയിലൂടെ വളർന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ കേട്ടിട്ടില്ലേ? SFIയിലൂടെ വളർന്ന് കുക്കിവിളിയെ ഭയപ്പെടുത്താത്ത ആൾ CPM സഹയാത്രികയായിട്ടുള്ള ഒരു നടി തന്നെ പറയുകയാണ്. എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിലാണ് അത്ഭുതം. CPM സഹയാത്രികയായാലും ഓരോരുത്തർക്കും അവരുടെ അഭിമാനമുണ്ടല്ലോ. അല്ല, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അല്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. സർക്കാരിന് ഈ കാര്യത്തിൽ കുറ്റവാളികളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവരാണ് പലരും. സർക്കാർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺക്ലേവ്. ഒരു വശത്ത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുക, മറുവശത്ത് അത്തരം ആളുകളുമായി ചേർന്ന് കോൺക്ലേവ് നടത്തുക. വളരെ വിചിത്രമായൊരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. പേരില്ലെന്ന് ആരാണ് പറഞ്ഞത്? നമ്മളാണ് ആ പേരില്ലെന്ന്. നമുക്കാണ് അറിയാത്തത് പേരില്ലെന്ന്. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പേരുകളുണ്ട്, സർക്കാരിന് മുമ്പിൽ പേരുകളുണ്ട്. സർക്കാർ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ടാണ് ഇതിലെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 10 ഇരട്ടി അധികം പാരഗ്രാഫുകൾ മാറ്റിയത്. പേരില്ലെന്ന് ആര് പറഞ്ഞു? പേര് നമുക്കാണ് അറിയാത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ ആൾക്കും അറിയാം, അത് വായിച്ച അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ഇത് കൊടുത്തത്.
പേരുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഉള്ള പേരുകൾ തങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടവരായതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. പാർട്ടി സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും നിലവിൽ പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത എനിക്കാണ്. ആരെങ്കിലും പറയുന്നതിന് ഞാനിവിടെ മറുപടി പറയേണ്ട ആവശ്യം.